ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാരും പോകേണ്ട ക്ഷേത്രമുണ്ട്. അവിടെ ഒരു തവണയെങ്കിലും ചില ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് പോയാൽ അവിടെ തൊട്ട് നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, കോടീശ്വര അല്ലെങ്കിൽ ലക്ഷാധിപ യോഗം അല്ലെങ്കിൽ വളരെ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ യോഗം ആരംഭിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ എല്ലാ നക്ഷത്രക്കാരും അപ്പോൾ ഓരോരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ പോകേണ്ട ഒരു ക്ഷേത്രം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ, എത്രയും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നേരത്തെ പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഓരോ നക്ഷത്രക്കാരും പോകേണ്ട ക്ഷേത്രം ഞാൻ പറഞ്ഞുതരാം. ആ ക്ഷേത്രത്തിൽ ഒരു തവണയെങ്കിലും പോവുക. നിങ്ങളുടെ സൗകര്യം പോലെ, നിങ്ങളുടെ സമയവും സാഹചര്യവും സാമ്പത്തികം പോലെ ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക, പോവുക. അവിടെ തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം തുടങ്ങും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പല ക്ഷേത്രങ്ങളിലും പോകാറുണ്ട്. പക്ഷെ നമ്മളുടെ നക്ഷത്രം അനുസരിച്ച് നമ്മളുടെ ജീവിതം മാറ്റുന്ന ഒരു ക്ഷേത്രം ഉണ്ട്. ആ ക്ഷേത്രത്തെക്കുറിച്ചാണ്, ഓരോ നക്ഷത്രത്തിൻ്റെയും അങ്ങനെ വരുന്ന ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു തവണയെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആ ക്ഷേത്രങ്ങളിൽ ഒന്ന് പോകണം, ഒന്ന് തൊഴുക, മറ്റൊന്ന് വഴിപാട് ചെയ്യുക, മനസ്സവിടെ സമർപ്പിക്കുക. അന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്തിന്റെ, ഐശ്വര്യത്തിന്റെ, ലക്ഷാധിപ അല്ലെ കോടീശ്വര യോഗം, അല്ലെ സമൃദ്ധിയുടെ യോഗം, അല്ലെ ജീവിതത്തിലെ ഏറ്റവും മാറ്റങ്ങളുടെ, ഉയർച്ചയുടെ, ഐശ്വര്യത്തിന്റെ യോഗം തുടങ്ങും ആ നിമിഷം മുതൽ. അപ്പൊ ഞാൻ എല്ലാ ഓരോ നക്ഷത്രക്കാരുടെയും നിങ്ങൾ ജീവിതത്തിൽ പോകേണ്ട, ഉറപ്പായിട്ടും പോകേണ്ട, നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ഏതൊക്കെ ക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ സൗകര്യം പോലെ അത് ചെയ്യുക, സൗകര്യം പോലെ പോവുക. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ്. സംഖ്യാ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, വിശകലനം ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എപ്പോഴും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും. ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റുന്നില്ല. പറ്റുന്നവർക്ക് ചെയ്യുന്ന രീതി പറയും, അത് കേട്ടിട്ട് നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്, ആ രീതി പറയും. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യാല്ലേ, ചെയ്യാതിരിക്കുക. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. പിന്നെ സ്വയം ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചെയ്യാല്ലേ, ചെയ്യാതിരിക്കാം. പിന്നെ നമ്മളൂടെ പരിശ്രമിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം നിങ്ങളുടെ ന്യായമായ, സത്യസന്ധമായ അറിയാനുണ്ടെങ്കിൽ അത് വാട്സപ്പിൽ ചുരുക്കി ഒരു ചെറിയ വോയിസ് ആയിട്ട് ഇട്ടാൽ എനിക്കറിയാൻ നല്ല കാര്യം പറഞ്ഞു തരും. അതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നുമില്ല, പറയുന്ന ആത്മാർത്ഥമായിട്ടേ പറഞ്ഞു തരത്തുള്ളൂ. അപ്പോൾ ഇതാണ് സാഹചര്യം. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. വാട്സപ്പിലെ വർക്ക് സമയത്തിന് തീരാറില്ല, അതുകൊണ്ടാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിശദമായിട്ട് പറഞ്ഞുതരാം. ഐശ്വര്യ നക്ഷത്രക്കാര് പോകേണ്ട ക്ഷേത്രം, പ്രധാനമായിട്ടും പോകേണ്ട ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം ദർശനം നടത്തുന്ന നല്ലതാണ്. പിന്നെ ധന്വന്തരി മൂർത്തിയുടെ ക്ഷേത്രങ്ങൾ നിങ്ങൾക്കറിയാവുന്ന, നിങ്ങളുടെ അടുത്തല്ലേ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ധന്വന്തരി മൂർത്തി ക്ഷേത്രങ്ങളോട് ദർശനം ചെയ്യുന്ന നല്ലതാണ്. പെട്ടെന്ന് ജീവിതം മാറും. ഐശ്വര്യ നക്ഷത്രക്കാരുടെ ഗുരുവായൂർ പോവുക. അതുപോലെ ധന്വന്തര മൂർത്തിയുടെ ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൂടെ ദർശനം നടത്തിക്കൂ. നിങ്ങളുടെ ജീവിതം അവിടെ തൊട്ട് മാറാൻ തുടങ്ങും. ഭഗവാനെ ഏറ്റവും ഭക്തിയോടെ, വിശ്വാസത്തോടെ വണങ്ങണം. പറ്റുന്ന വഴിപാട് ചെയ്യുക, അല്ലെ ദർശനമെങ്കിലും ചെയ്യുക. അവിടെ ഇരുന്ന് അല്പനേരം ധ്യാനിക്കുക ആ ദേവനെ. ക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞിറങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അവിടെ തൊട്ട് ജീവിതം മാറാൻ തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ഞാനീ ഓരോ നക്ഷത്രക്കാർക്കും പറയുന്ന ക്ഷേത്രങ്ങളിൽ ഇടയ്ക്ക് ആവർത്തിച്ച് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ദർശനം ചെയ്യാം. അതും നല്ലത് തന്നെയാണ്. ഒരു തവണയെങ്കിലും ആദ്യം പോവുക, പിന്നെ പറ്റുമ്പോഴൊക്കെ പോകുന്നത് നല്ലതാണ്. ഈ 27 നക്ഷത്രക്കാരും ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ കേട്ടോ. ഇനി പറയാൻ പോകുന്ന ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർ ഉറപ്പായിട്ടും വരേണ്ട ഒരു ക്ഷേത്രമുണ്ട്, പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. അത് ഒരുപാട് പുത്തൻകാവിലുണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്തു പറയാം. അതായത് ചങ്ങനാശ്ശേരി എന്നും പായിപ്പാട്, നാലുകോടി പായിപ്പാട് റൂട്ടിൽ 4 കോടി കഴിഞ്ഞ് ഒരു 2 ജംഗ്ഷൻ കഴിഞ്ഞ് പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. ആ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഭരണി നക്ഷത്രക്കാർ ഉറപ്പായിട്ടും വരേണ്ട ഒരു ക്ഷേത്രമാണ്. അവിടെ കാല് കുത്തുമ്പോൾ തന്നെ ആ നക്ഷത്രക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. അവരുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ് അത്. നിങ്ങളുടെ സൗകര്യം പോലെ വരിക. നിങ്ങളുടെ സാഹചര്യം പോലെ, സൗകര്യം പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വരിക എന്നുള്ളതാണ്. അതുപോലെ ഭരണി നക്ഷത്രക്കാർ നിർബന്ധമായും
ദർശനം നടത്തേണ്ട മറ്റൊരു ക്ഷേത്രം കൂടിയാണ് ഗുരുവായൂരും പോകണം. നല്ല മാറ്റം പെട്ടെന്നുണ്ടാവും. അപ്പം പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രവും ഗുരുവായൂരും. ഇനിയും കാർത്തിക നക്ഷത്രക്കാര്, ഇപ്പം ഭരണിയാ പറഞ്ഞു, ഇനിയും കാർത്തിക ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകണം. ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതം അവിടെ തൊട്ട് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ. അതോടൊപ്പം പെരുന്ന മാരണത്തുകാവ് അംബിക ക്ഷേത്രത്തിൽ കൂടെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു തവണയെങ്കിലും തൊഴുക. പെരുന്ന മാരണത്തുകാവ് അംബിക ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് പെരുന്ന NSS സ്കൂളിൻ്റെ പുറകിലാണ്. ആ പെരുന്ന അവിടെ വന്നു കഴിഞ്ഞു NSS സ്കൂളിൻ്റെ ആ തൊട്ട് പുറകിലായിട്ടാണ്. അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു തവണയെങ്കിലും വന്ന് നമ്മെ കണ്ടു തൊഴുക. അവിടെ തൊട്ട് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഇത് തന്നെയാണ്. അതുപോലെ രോഹിണി നക്ഷത്രക്കാർ നിർബന്ധമായിട്ടും പോകേണ്ട ഒരു ക്ഷേത്രമാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ പോയി കണ്ടു തൊഴുക. പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. അതുപോലെ ചോറ്റാനിക്കരയും പോകണം. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും. ചില ക്ഷേത്രങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട്. ചില നക്ഷത്രക്കാർ ആ ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്താൽ അവിടെ തൊട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതൊരു പ്രത്യേകതയാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പറയുന്നതല്ല കാര്യം. ചിലയിടത്ത് ചില കാര്യങ്ങളുണ്ട്. ചിലർക്ക് അത് കൂടുതൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ്. ഇനിയും മകയിര നക്ഷത്രക്കാര്, ഇവര് എരവാത്തൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരം. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. എരവാത്തൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരം എന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും. അത്ഭുതകരമായ ഒരു ക്ഷേത്രമാണ്. അവിടെ മകയിര നക്ഷത്രക്കാർ ദർശനം നടത്തുന്നത് നല്ലതാണ്. പിന്നെ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് നല്ലതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും വന്ന് തൊഴുക. പിന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കും നല്ലതാണ്. ഒരു തവണയെങ്കിലും തൊഴുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സമയവും സാഹചര്യവും സാമ്പത്തികവും ഒക്കെ അനുസരിച്ച് മതി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ക്ഷേത്രങ്ങളെക്കുറിച്ച് തന്നെ ഈ നക്ഷത്രക്കാരൊന്ന് ചിന്തിക്കുമ്പോൾ തന്നെ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. അവരുടെ മനസ്സവിടെ ചൊല്ലും. പിന്നെ നിങ്ങൾ പോയാൽ മതി, പോകണം. തിരുവാതിര നക്ഷത്രക്കാർ പോകേണ്ട ഒരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഏറ്റുമാനൂരപ്പൻ കൈലാസം തന്നെയാണ്. അവിടെ പോകുന്നത് നല്ലതാണ്. അതുപോലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും പോയി തൊഴുന്ന വളരെ മാറ്റങ്ങൾ ഉണ്ടാവും തിരുവാതിര നക്ഷത്രക്കാർ. പിന്നെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കൂടെ കണ്ടു തൊഴുന്നത് വളരെ നല്ലതാണ്. 3 ക്ഷേത്രമാണ് പറഞ്ഞത് കേട്ടോ. ചില നക്ഷത്രക്കാർക്ക് ഒന്നിലധികം ക്ഷേത്രങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് കാര്യമുള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇനി പുണർന്ന നക്ഷത്രക്കാർ പോകേണ്ട ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം. പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. ഗുരുവായൂർ ദർശനം നടത്തുന്നത് നല്ലതാണ്. ചോറ്റാനിക്കരയും കൂടെ ദർശനം നടത്തുക. വളരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് അവരുടെ ജീവിതം മാറാൻ തുടങ്ങും. അതൊരു കോമ്പിനേഷനാണ്. ഒരു 3 ക്ഷേത്രം പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് കാര്യമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. പൂയ നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രം അതായത് ചങ്ങനാശ്ശേരി പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അതുപോലെ ഗുരുവായൂർ ക്ഷേത്രം. അതുപോലെ അമ്പലപ്പുഴ ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. ആയില്യ നക്ഷത്രക്കാർ ദർശനം നടത്തുന്ന ക്ഷേത്രം ഗുരുവായൂർ ദർശനം നടത്തുന്ന വളരെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. അതുപോലെ തന്നെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. ഇനി മകൻ നക്ഷത്രക്കാരും അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ വണങ്ങണം. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ ക്ഷേത്രത്തിൽ പോകണം. അതോടൊപ്പം ചോറ്റാനിക്കര അമ്മയെ കണ്ടു തൊഴണം. അതോടൊപ്പം പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ അടുത്ത് തൊഴുന്നത് നല്ലതാണ്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് നല്ലതാണ്. പൂര നക്ഷത്രക്കാര് പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം ചങ്ങനാശ്ശേരി അറിയാമല്ലോ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പിന്നെ അതോടൊപ്പം തുകലശ്ശേരി മഹാദേവന്റെ ക്ഷേത്രം, അത് തിരുവല്ലയിൽ ശ്രീവല്ലഭ ക്ഷേത്രം കഴിഞ്ഞാണ്. തുകലശ്ശേരി ശ്രീവല്ലഭ ക്ഷേത്രമല്ല, ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ തൊഴുതിട്ടേ പോകാവുള്ളൂ. തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം അതിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളിൽ പൂര നക്ഷത്രക്കാർ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ദർശനം നടത്തണം. എന്ന് ദർശനം നടത്തുന്ന അന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ചെല്ലേണ്ട ചില സ്ഥലങ്ങളുണ്ട്, ചെല്ലേണ്ട ചില ക്ഷേത്രങ്ങളുണ്ട്, നമ്മൾ വണങ്ങേണ്ട ചില ചൈതന്യങ്ങളുണ്ട്. അപ്പോഴാണ് ജീവിതം മാറുന്നത്. ഇനി അടുത്ത പറയാൻ പോകുന്നത്, അപ്പം നിങ്ങൾ വിചാരിക്കും, ചിലപ്പോൾ മലബാറി ഉള്ളവർ വിചാരിക്കും അയ്യോ ചിലപ്പോൾ ദൂരെയാണല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പോകേണ്ടവർ പോകും. കാനഡയിൽ നിന്നും
ഒക്കെ ആളുകൾ വരുന്നുണ്ട്. കടൽ താണ്ടി ആളുകൾ പോയി ഞാൻ പറയുന്ന ചില ക്ഷേത്രങ്ങളെ അവർ പോകുന്നുണ്ട്. പോകേണ്ടവർ പോകും അവരുടെ സമയമായെങ്കിൽ ഈ വീഡിയോ ചിലപ്പം കാണത്തുള്ളൂ, ഇത് അറിയത്തുള്ളൂ. അല്ല ചിലപ്പോൾ ഇത് അറിയണമെന്നോ കാണണമെന്നോ നിർബന്ധമൊന്നുമില്ല. സമയമാകുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നത്. പോകേണ്ടവർ പോകും, അവരുടെ ജീവിതം മാറുകയും ചെയ്യും. അതിനകത്ത് സംശയമൊന്നും വേണ്ട. ഇതൊക്കെ ഒരു ദൈവാധീനം ഉള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. പിന്നെ അത് ചെയ്യാനും പറ്റും. അറിയാൻ പറ്റുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യാനും പറ്റും. ദൈവാധീനം ഉള്ളതുകൊണ്ടാണ് അറിയുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യാനും പറ്റും. ഇനിയും പറയാൻ പോകുന്നത് ഉത്ര നക്ഷത്രക്കാർ. ഞാൻ ഈ പറയുമ്പോൾ ചിലരുടെയൊക്കെ വിചാരം അടുത്ത നക്ഷത്രം വിട്ടു പോകരുതേ എന്നുള്ള പ്രാർത്ഥനയാണ്. ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അടുത്ത ചില നക്ഷത്രം വിട്ടുപോകാം. ഉറപ്പായിട്ട് ഒരു നക്ഷത്രവും വിട്ടുപോകത്തില്ല. ഞാൻ പറഞ്ഞിരിക്കും. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞാൽ പോലും, മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ഒരു നക്ഷത്രക്കാരെയും വിട്ടുപോകത്തില്ല. ഉത്ര നക്ഷത്രക്കാർ നിർബന്ധമായിട്ടും ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. അതുപോലെ തന്നെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ പെരുന്ന മാരണത്തുകാവ് അംബികാ ക്ഷേത്രം. പെരുന്ന ചങ്ങനാശ്ശേരി ഞാൻ പറഞ്ഞല്ലോ, മാരണത്തുകാവ് അംബികാ ക്ഷേത്രം. ഈ അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. പുതിയ പുതിയ അവസരങ്ങൾ, പുതിയ പുതിയ ഉയർച്ചകൾ. പിന്നെ സാധിക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് വരണം, മനസ്സിലായില്ലേ? അപ്പോഴാണ് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഒരു തവണയെങ്കിലും വരുമ്പം മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ഇനിയും പറയാൻ പോകുന്ന അത്ത നക്ഷത്രക്കാർ. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. അതോടൊപ്പം ഗുരുവായൂർ ദർശനം നടത്തണം പോകാത്തവർ. ഇനി പോയവരാണെങ്കിലും ഒന്നുകൂടെ പോകുന്നതിലും തെറ്റൊന്നുമില്ല. ഇടയ്ക്ക് പോകുന്നത് നല്ലത് തന്നെയാണ്. ഗുരുവായൂരെ ചൈതന്യം അവിടെ മാത്രമേ ഉള്ളൂ. ചില പ്രത്യേകതകൾ അവിടെ ഉണ്ട്. ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മണ്ണി കാല് കുത്തുമ്പം തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു ചൈതന്യത്തിൻ്റെ ഒരു പ്രഭാവം. അങ്ങനെയുള്ള ചില ക്ഷേത്രമാണ് ഈ ഗുരുവായൂർ. എല്ലാ ക്ഷേത്രങ്ങളിലും ശക്തിയുണ്ട്, എല്ലാ ക്ഷേത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ചില ക്ഷേത്രങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട്. ഗുരുവായൂർ ദർശനം നടത്തുമ്പോൾ ഗുരുവിൻ്റെയും ആ പ്രപഞ്ച ഗുരുവിൻ്റെയും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഗുരുവായൂരിന് കുറേ കാര്യങ്ങളുണ്ട് ഗുരുവായൂരുമായി ബന്ധപ്പെട്ട്. കുറേ പ്രത്യേകതകളുള്ളതാണ്. എന്നൊരു എല്ലാ ക്ഷേത്രങ്ങൾക്കും ഉണ്ട് ഓരോ പ്രത്യേകതകൾ. അപ്പം ഞാൻ വിശിഷ്യ ചില പ്രത്യേകത പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ആ മണ്ണിൽ ഇരിക്കുമ്പോൾ തന്നെ അറിയാം ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് അനുഭവപ്പെടും. അതാര് പോയാലും അവിടെ അങ്ങനെ ഒരു ക്ഷേത്രമാണ്. കാരണം അത് ആ വൈകുണ്ഠം തന്നെയാണ്. ഭഗവാൻ അവിടെ ഒഴുകി നടക്കുവാണ്, ഭഗവാൻ ഓടി നടക്കുവാണ് അവിടെ. അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, അതിനുള്ള കഴിവ് എനിക്കില്ല. ഞാൻ എന്നെക്കൊണ്ട് അറിയാവുന്ന പോലെ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായ ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത പറയാൻ പോകുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർ പ്രധാനമായിട്ടും പോകേണ്ട ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന നല്ലതാണ്. അതുപോലെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ പോകുന്ന നല്ലതാണ്. അതുപോലെ ആരമല ശിവക്ഷേത്രം, അതെവിടാണെന്നറിയോ? ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുമ്പോൾ മുക്കാട്ടുപടി ജംഗ്ഷൻ കഴിഞ്ഞ് ഉള്ള ക്ഷേത്രമാണ് ആരമല മഹാദേവ ക്ഷേത്രം. ഭയങ്കര ശക്തിയാണ്, അതറിയാവുന്നവർക്കറിയാം. ഭയങ്കര ശക്തിയാണ്. കാരണം അതൊരു കുന്നുപോലെ വളരെ ഉയരത്തിലാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾക്ക് ചില പ്രത്യേക ശക്തിയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് പറ്റുവാണെങ്കിൽ തൊഴുക, ജീവിതത്തിൽ അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. പിന്നെ തുകലശ്ശേരി മഹാദേവനെയും കണ്ടു തൊഴുക. തുകലശ്ശേരി മഹാദേവനെ കണ്ടു ആര് തൊഴാൻ വന്നാലും അതിന് മുമ്പ് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ കയറി തൊഴണം. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് തൊട്ടടുത്ത് തന്നെയാണ്, അല്പം ദൂരമേ ഉള്ളൂ, തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം. ചിത്രക്കാരുടെ കാര്യമാണ് പറഞ്ഞു കേട്ടോ. ഇനിയും പറയാൻ പോകുന്ന ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം തൊഴണം, വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ സുബ്രഹ്മണ്യൻ ക്ഷേത്രം, പെരുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന നല്ലതാണ്. അതുപോലെ മാരണത്തുകാവ് അംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന നല്ലതാണ്. ഇവരുടെ ജീവിതത്തിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെയും ദർശനം നടത്തുന്ന നല്ലതാണ്. വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ ചൈതന്യങ്ങൾക്ക് ഇവരുടെ ജീവിതം മാറ്റാനുള്ള ശക്തിയുണ്ട്. അടുത്ത വിശാഖം നക്ഷത്രക്കാർ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, എരവാത്തൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം തിരുവനന്തപുരം, ഗുരുവായൂര്, ഈ ക്ഷേത്രങ്ങളിൽ അമ്പലപ്പുഴ, ഇത്രയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. പറ്റുന്ന പോലെ, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ, സാഹചര്യം പോലെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ പോയി ദർശനം ചെയ്യുക. അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അതിലൊക്കെ
വളരെ പ്രത്യേകതകളുണ്ട്. ഇനിയും പറയാവുന്ന അനിഴം നക്ഷത്രക്കാർ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തിരുനെല്ലി ഉണ്ടല്ലോ, തിരുനെല്ലി ക്ഷേത്രം ഉണ്ടല്ലോ, ബലിയൊക്കെ ഇടാൻ പോകുന്നത്, അവിടെ ഇടയ്ക്ക് പറ്റുവാണെങ്കിൽ സമയവും സാഹചര്യവും കാലാവസ്ഥയൊക്കെ അനുകൂലമാണെങ്കിൽ എപ്പോഴെങ്കിലും പോകണം. അതുപോലെ തിരുപ്പതി പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് പോകണം. നിങ്ങളുടെ സൗകര്യവും സാഹചര്യവും ഒക്കെ പോലെ ആരോഗ്യമൊക്കെ പോലെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറയുന്നേ ഉള്ളൂ, പറ്റുന്നവർ ചെയ്യുക, നല്ലതാണ്. അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാർ പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം, മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം കണ്ണൂർ, ഇവിടൊക്കെ ദർശനം നടന്നതാണ്. പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പിന്നെ ഡീറ്റെയിൽസ് പറയാത്തത്. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം കണ്ണൂർ, അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ദർശനം നടത്തുന്ന നല്ലതാണ് തൃക്കേട്ട നക്ഷത്രക്കാർ. അതുപോലെ ഗുരുവായൂർ ദർശനം നടത്തുന്ന നല്ലതാണ്. മൂല നക്ഷത്രക്കാർ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, മണ്ണാറശാല ക്ഷേത്രം, ഗുരുവായൂർ, അമ്പലപ്പുഴ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. പൂരാട നക്ഷത്രക്കാർ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, ഗുരുവായൂർ ഭഗവതി ക്ഷേത്രം, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഉത്രാട നക്ഷത്രക്കാർ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം, വെട്ടിക്കോട് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി കിട്ടും, വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം. അതുപോലെ ഗുരുവായൂർ ക്ഷേത്രം, അമ്പലപ്പുഴ, പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രങ്ങളെയൊക്കെ ദർശനം നടത്തുന്ന നല്ലതാണ്. തിരുവോണ നക്ഷത്രക്കാർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രം, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ ക്ഷേത്രം, ഗുരുവായൂർ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന വളരെ ജീവിതത്തിൽ ഗുണങ്ങൾ ഉണ്ടാകുന്നുള്ളതാണ്. അവിട്ട നക്ഷത്രക്കാർ എരവാത്തൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, തിരുവനന്തപുരം, അതുപോലെ ചോറ്റാനിക്കര ക്ഷേത്രം, ഗുരുവായൂര് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അതുപോലെ ഗുരുവായൂരപ്പനെ ദർശനം ചെയ്യുന്നതും ഇവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും, വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഉത്രട്ടാതി നക്ഷത്രക്കാർ പ്രധാനമായിട്ടും ദർശനം ചെയ്യേണ്ട ക്ഷേത്രം വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം, വെട്ടിക്കോട്, അതുപോലെ ഗുരുവായൂർ ക്ഷേത്രം, പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം, അമ്പലപ്പുഴ ക്ഷേത്രം ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. രേവതി നക്ഷത്രക്കാർ ഗുരുവായൂർ ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രങ്ങളെയൊക്കെ ദർശനം ചെയ്യുന്നതും ഇവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇനിയും 27 നക്ഷത്രക്കാരും നിർബന്ധമായും ദർശനം ചെയ്യേണ്ട 5 ക്ഷേത്രങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തുന്ന. 27 നക്ഷത്രക്കാരും നിർബന്ധമായും ക്ഷേത്രത്തിൽ പോകേണ്ട 5 ക്ഷേത്രങ്ങളുണ്ട് പെട്ടെന്ന് ജീവിതം മാറ്റുന്ന. അത് ഏതൊക്കെയാണെന്നറിയാം? 1 ഗുരുവായൂർ, 2 ചോറ്റാനിക്കര, 3 അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, 4 പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. ചങ്ങനാശ്ശേരിയിൽ നിന്നും നാലുകോടി പായിപ്പാട് റൂട്ടിൽ 4 കോടി കഴിഞ്ഞ് 2ാമത്തെ ജംഗ്ഷൻ. എൻ്റെ ഓഫീസ് ആ 4 കോടിയിലാണ്. ഞാൻ എന്നും പോകുന്ന ഒരു അമ്പലമാണ്. പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം അമ്പലത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ സ്ഥലവും വീടും വിൽക്കാൻ വേണ്ടി ആളുകൾ വഴിപാട് നേർന്ന സ്ഥലവും വീടും വിറ്റിട്ടുള്ള ഒരു അത്ഭുത ശക്തിയുള്ള ഒരു ക്ഷേത്രമാണ്. മാത്രമല്ല, അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ എത്രയോ വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്നു. ആധാരം കാണാതെ പോയത് 3-4 പേരുടെ ആധാരം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. സ്കൂട്ടർ കാണാതെ പോയി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. രണ്ട് 1 പവനോ എത്ര പവനോ ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ളൂ. വീഡിയോ കാണുന്നവർക്ക് ഇത്ര പവൻ്റെ മാല ഒരു ബീച്ചിൽ കാണാതെ പോയിട്ട് അത് കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്ക് വഴിപാട് നടന്ന ഇഷ്ടംപോലെ സ്ഥലവും വീടും വാങ്ങാനും വിൽക്കാനും അവിടെ വഴിപാട് ചേർന്ന് നടന്നിട്ടുണ്ട്. എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അമ്മയ്ക്ക് സാധിച്ചു തരാൻ പറ്റാത്ത ഒരു കാര്യങ്ങളുമില്ല. അവിടുത്തെ ചൈതന്യത്തിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും പായിപ്പാട് പുത്തൻകാവിൽ അമ്പലത്തിൽ വന്ന മണ്ണിക്കാല് ചവിട്ടുമ്പം മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ എനിക്ക് ഇപ്പം സാധിക്കത്തില്ല. കാരണം എനിക്ക് ആ ക്ഷേത്രത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഈശ്വരീയമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കാര്യം ഉണ്ടായിട്ടായിരിക്കും ഞാൻ പറയുന്നതെന്ന് കൂട്ടിക്കും. എനിക്കങ്ങനെ ചില ഈശ്വരീയമായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടാണ് ഞാൻ പറയുന്നതെന്ന് കൂട്ടിക്കും. അതുപോലെ എത്രയോ ആളുകളുടെ ജീവിതം മാറിയിരിക്കും. അതൊരു പ്രത്യേകതയാണ്.
പിന്നെ എരവാത്തൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരം. എരവാത്തൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരം. ഈ 5 ക്ഷേത്രങ്ങളിൽ നിങ്ങൾ 27 നക്ഷത്രക്കാരെ ദർശനം നടത്തേണ്ട ക്ഷേത്രം. അതെന്ന് വെച്ച് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങളെ കൊണ്ട് പറ്റുമ്പോൾ, അല്ലെ നിങ്ങളുടെ സാമ്പത്തിക സൗകര്യം ഒക്കെ അനുസരിച്ച് മതി. അല്ലാതെ ഇപ്പം ഈ പറഞ്ഞ ഉടനെ പോകണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിൽ വെക്കുക, ചില ക്ഷേത്രങ്ങൾക്ക് ചില പ്രത്യേക ശക്തിയുണ്ട്. അവിടെ കാല് കുത്തുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകത്തോളും. അങ്ങനെയുള്ള ചില ക്ഷേത്രങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയും പറയാൻ പോകുന്നത്, ഈ ചില നക്ഷത്രക്കാർ ചില മന്ത്രങ്ങൾ ജപിച്ചാൽ മതി, പെട്ടെന്ന് ജീവിതം മാറ്റം വരും. ചെറിയൊരു മന്ത്രമായിരിക്കും അത്. ഏതൊക്കെ നക്ഷത്രക്കാരുടെ ആ രഹസ്യ മന്ത്രം ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്കത് പ്രയോജനപ്പെടും. അശ്വതി, ആയില്യം, അനിഴം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാര് സൂര്യകർമ്മ വരുന്നതാണ് DNA ആസ്ട്രോളജി, തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച്. തിരുവാതിര, ചിത്തിര, തിരുവോണം ഈ നക്ഷത്രക്കാര് ശുക്രകർമ്മ വരുന്നതാണ് തമിഴ് സിദ്ധ ജ്യോതിഷം അല്ല DNA ആസ്ട്രോളജി അനുസരിച്ച്. പുണർദം, ചോതി, അവിട്ടം ശനി കർമ്മ വരുന്നതാണ്. പൂയം, വിശാഖം, ചതയം രാഹു കർമ്മ വരുന്നതാണ്. ഇത്രയും നക്ഷത്രക്കാര്. അശ്വതി ഒന്നുകൂടെ പറയാം: അശ്വതി, ആയില്യം, അനിഴം, പൂരുരുട്ടാതി, തിരുവാതിര, ചിത്തിര, തിരുവോണം, പുണർദം, ചോതി, അവിട്ടം, പൂയം, വിശാഖം, ചതയം ഈ നക്ഷത്രക്കാര്, ഇത്രയും നക്ഷത്രക്കാര് നിങ്ങൾ ശിവന്റെയും പാർവതിയുടെയും ഒരു ഫോട്ടോയുടെ മുന്നിൽ ഒരു കർപ്പൂരം കത്തിച്ച്, ഇനി ആ പോയിട്ടില്ല, ആ ഫോട്ടോ ഇല്ലെങ്കിൽ ഭഗവാനെ അമ്മയെ സങ്കല്പിച്ച് മനസ്സിലാണേലും ഓം ഹ്രീം ശ്രീം ക്ലീം ശിവായ നമ എന്ന് വാഗൊണ്ട് ഉരുവിടുക. ഇനി ഇതൊന്നും അല്ലെങ്കിൽ കർപ്പൂരത്തെ തൊട്ടാണേലും ജപിക്കുക, അല്ലെങ്കിൽ വിളക്കെ തൊട്ടാണേലും ജപിക്കുക. രാവിലെ വൈകിട്ടും ചെയ്യുക. ഓം ഹ്രീം, ഹായ കേട്ടോ, കാ ജപിക്കരുത്, ഒരു ഹ്രീമേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം: ഓം ഹ്രീം ശ്രീം ക്ലീം ശിവായ നമ. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് എഴുതിയിടേണ്ട കാര്യമില്ലല്ലോ. ഇത് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ജപിക്കുക. ഈ നക്ഷത്രക്കാർ ചെറിയ ചില കാര്യങ്ങൾ മതി ഈ ചിലരുടെ ജീവിതത്തിൽ മാറ്റം വരാൻ. ഈ നക്ഷത്രക്കാർ ഈ കാര്യം ചെയ്താൽ അവരുടെ ജീവിതത്തിൽ ഗുണം ഉണ്ടാവും, സമ്പത്തും ഐശ്വര്യം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ശിവപാർവതിമാരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ തട്ടത്തിൽ ഒരു കർപ്പൂരം കത്തിച്ച് ഈ മന്ത്രം ജപിക്കുക വാഗൊണ്ട്. മനസ്സിൽ ഭഗവാനോട് സമ്പത്ത് ഐശ്വര്യമൊക്കെ ആവശ്യപ്പെടുക. രാവിലെ വൈകിട്ടും ചെയ്യുക. പച്ചക്കർപ്പൂരം ഉണ്ട്, അത് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ സാധാ കർപ്പൂരം ആണെങ്കിലും മതി. ഇനി അതല്ല, നിങ്ങളെ വീട്ടിൽ ശിവന്റെയും പാർവതിയുടെ ഫോട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കുന്നത് കർപ്പൂരത്തെ തൊട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഈ മന്ത്രം വാഗൊണ്ട് ജപിക്കുക. പിന്നെ മനസ്സിൽ രാവിലെ വൈകിട്ടും കർപ്പൂരത്തെ തൊട്ട് വാഗൊണ്ട് ജപിക്കണം. പിന്നെ മനസ്സിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇത് ജപിക്കുക. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, റോഡിൽ കൂടെ നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ ഒന്നുമില്ല, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ജപിക്കുക. അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ്. ഓം ഹ്രീം ശ്രീം ക്ലീം ശിവായ നമ. സിമ്പിൾ അല്ലേ? ഇതിന് എഴുതിയിടേണ്ട കാര്യമില്ലല്ലോ. ഇനിയും ഭരണി, മകം, തൃക്കേട്ട, ഉത്രാടം ഈ നക്ഷത്രക്കാർ ചന്ദ്രകർമ്മയുള്ളവരാണ്. കാർത്തിക, മൂലം, പൂരം, രേവതി ഈ നക്ഷത്രക്കാർ ചൊവ്വ കർമ്മയുള്ളവരാണ്. അപ്പം ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി, കാർത്തിക, മൂലം, പൂരം, രേവതി ഈ നക്ഷത്രക്കാർ, ഇത്രയും നക്ഷത്രക്കാർ രാവിലെ മഹാലക്ഷ്മിയുടെ ഒരു ഫോട്ടോ വെച്ച് അതിന് മുന്നിൽ പച്ച കർപ്പൂരം തന്നെ വേണം, ചെറിയ തട്ടത്തിൽ കത്തിച്ച് ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധനധാന്യ സമൃദ്ധിയും മേ ദേഹി ദേഹി നമ ഈ മന്ത്രം ജപിക്കുന്നല്ല, തീർച്ചയായിട്ടും അത് ഫലമാകും. രാവിലെ വൈകിട്ടും ചെയ്യുക, വിശ്വാസത്തോടെ ചെയ്യുക. ഇനിയും ചോതി, വിശാഖം ചില നക്ഷത്രക്കാരെ ചില രഹസ്യങ്ങൾ പറഞ്ഞു തരാം. അതിനു മുമ്പ് രോഹിണി, ഉത്രം, പൂരാടം, മകൈരം, അത്തം, ഉത്രാടം ഈ നക്ഷത്രക്കാർ. രോഹിണി, ഉത്രം, പൂരാടം ബുധകർമ്മ വരുന്നതാണ്. മകൈരം, അത്തം, ഉത്രാടം എന്ന് പറഞ്ഞാൽ വ്യാഴകർമ്മ വരുന്നതാണ്. DNA ആസ്ട്രോളജി അല്ലെ തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച്. അപ്പൊ ഈ നക്ഷത്രക്കാർ രോഹിണി, ഉത്രം, പൂരാടം, മകൈരം, അത്തം, ഉത്രാടം ഈ നക്ഷത്രക്കാർ ഭഗവാൻ കൃഷ്ണന്റെ മുന്നിൽ രാവിലെ പോയിട്ട് ഒരു പച്ചക്കർപ്പൂരം തട്ടത്തിൽ വെച്ച് കത്തിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവം ജഗത് സർവം എന്ന് വാഗൊണ്ട് ജപിക്കുക. ജീവിതത്തിൽ നല്ല മാറ്റം വരും. ഇത് ചില നക്ഷത്രത്തിന്റെ രഹസ്യങ്ങളാണ്. സിമ്പിൾ കാര്യമാണ്, ചെറിയ കാര്യമാണ്. അത് മതി ജീവിതം മാറാൻ. വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം. പിന്നെ നമ്മളിവിടെ പ്രയത്നിക്കണം. ഇനിയും നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന ഒരു രഹസ്യം പറഞ്ഞുതരാം. ഈ 2025 ജൂൺ മുതൽ മുന്നോട്ടുള്ള ഒരു കുറച്ച് മാസം, അതായത് 2026 ഡിസംബർ വരെയുള്ള സമയം,
ചോതി വിശാഖം ഈ നക്ഷത്രക്കാര് ശ്രദ്ധക്കുറവുണ്ടാകാതെ ശ്രദ്ധിക്കണം. കൈ മുറിയുക, കാല് മുറിയുക, കൈ പൊള്ളുക, പിന്നെ അശ്രദ്ധ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ മതി, അതെല്ലാം ഒഴിവാക്കുക, ഒരു കുഴപ്പമില്ല. കുളിമുറി കയറുമ്പോൾ എല്ലാം തെന്നി വീഴാതെ എല്ലാം വൃത്തിയാക്കുക. പടികളിലൊക്കെ കയറുമ്പോൾ അവിടെ നിന്ന് വീഴാതെ ശ്രദ്ധിക്കുക. അശ്രദ്ധ ഒഴിവാക്കുക. വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കുക. പല കാര്യങ്ങളും അശ്രദ്ധ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഈ പിച്ചാത്തി, ഇപ്പം അമ്മമാരാണെങ്കിൽ ചിലപ്പം പിച്ചാത്തി കൊണ്ട് കൈമുറിയുക. അതുപോലെ ഗ്യാസ്, സ്റ്റൗവ്, കറണ്ട് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഏതൊരു കാര്യം ശ്രദ്ധയോടുകൂടി ഇത്രയും മാസം ശ്രദ്ധിക്കണം. പക്ഷെ എല്ലാവർക്കും എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടെന്നല്ല പറഞ്ഞ്, ചിലരെങ്കിലും ചില അശ്രദ്ധ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകാം. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പേടിക്കേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ മതി. ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, അതങ്ങ് ഒഴിവാക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമുക്കൊരു കുളിമുറി തെന്നി വീണു, അല്ല നട്ടല്ല വല്ലതും ക്ഷതം പറ്റി, ചിലപ്പോൾ നമ്മൾ എത്ര നാളുകളോളം ഈ ട്രീറ്റ്മെന്റ് ആണെങ്കിലും കിടക്കേണ്ടി വരും. വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈ നക്ഷത്രക്കാർ ചോതി വിശാഖം അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം. ഉണ്ടാകണമെന്നൊരു നിർബന്ധവുമില്ല, ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. എല്ലാവരും ജനിച്ച സമയമൊക്കെ അനുസരിച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും. എങ്കിലും സാമാന്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ലതാണ്. ഞാൻ പറയുന്ന പല കാര്യങ്ങളും പലർക്കും അനുഭവം ആകുന്നുണ്ട്, അല്ലെ ആയിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞു, ഫോണ് താഴെ വീണ് പൊട്ടാതെ ശ്രദ്ധിക്കണം എന്ന് ചില നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വാട്സാപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്തു, അവരുടെ ഫോൺ പൊട്ടി 2500 രൂപ മുടക്കി ഡിസ്പ്ലേ മാറിക്കഴിഞ്ഞാണ് എൻ്റെ വീഡിയോ കാണുന്നത്. അവർക്ക് പറയാ അവരുടെ നക്ഷത്രം ഞാൻ പറഞ്ഞ നക്ഷത്രത്തിലുണ്ടായിരുന്നു. ഇതൊക്കെ ശ്രദ്ധിക്കുന്ന നല്ലതാണ്, ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. ഇനി സ്വർണ്ണലക്ഷ്മി മന്ത്രത്തെക്കുറിച്ച് ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ തമ്പനയിൽ മഹർഷിയുടെ ഫോട്ടോ ഉണ്ട്. അതിനകത്ത് സ്വർണ്ണലക്ഷ്മി മന്ത്രം എഴുതിയിട്ടിട്ടുണ്ട്. അത് 2 കാര്യങ്ങൾക്ക് നല്ലതാണ്. ഒന്ന് സ്വർണ്ണപ്പണയം എടുക്കാൻ നല്ലതാണ്. ആ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ എങ്ങനെ ചെല്ലണമെന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ 1 വർഷം നിരന്തരമായിട്ട് ജപിച്ചാൽ വലിയ സമ്പത്തും ഉണ്ടായി വരും. 4.5 ലക്ഷം രൂപയുടെ സ്വർണ്ണപ്പണയം എടുക്കാൻ പറ്റാതിരുന്ന ഈ മന്ത്രം ജപിച്ചു എടുത്ത അനുഭവമൊക്കെ ഞാൻ പറഞ്ഞു. ഇന്നും വാട്സപ്പിൽ ആളുകൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഈ മന്ത്രം ജപിച്ചു സ്വർണ്ണം എടുക്കാൻ പറ്റി. സാറേ ഇതോട് ഈ വീഡിയോയിൽ ഒന്ന് പറയണം എന്ന് പറഞ്ഞു, ആർക്കെങ്കിലും പ്രയോജനം കിട്ടട്ടെ. അപ്പോൾ സ്വർണ്ണലക്ഷ്മി മന്ത്രത്തെക്കുറിച്ച് വാട്സപ്പിൽ പലരും റിപ്ലൈ ചെയ്യുന്നുണ്ട്, പലർക്കും അനുഭവം ആകുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യം ഒരു സ്വർണം പണയത്തിൽ വെച്ചിരിക്കുന്ന എടുക്കുന്നത് എന്തിനാണ്? മിക്കവാറും ഒരു പെൺകുട്ടികളെ കെട്ടിക്കാനോ വിവാഹം കഴിപ്പിച്ചു വിടാനോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ കാര്യത്തിനോ ഒക്കെ ആയിരിക്കുമല്ലോ, അത്യാവശ്യത്തിനാണല്ലോ. അത് പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞതാണ്. ഈ സ്വർണ്ണലക്ഷ്മി മന്ത്രം ഞാനല്ലാതെ വേറെ ആരും പറഞ്ഞു തരത്തില്ല, പറഞ്ഞു തരാൻ പറ്റത്തില്ല, ഒന്നത് അറിയണ്ട്. അതങ്ങനെ നമുക്ക് നമ്മുടെ അധ്യാത്മിക യാത്രയിൽ കിട്ടിയ ചില കാര്യങ്ങളാണ്. ഞാൻ വീഡിയോയിൽ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ചുമ്മാ ആർക്കും കൈവെക്കാൻ പറ്റുന്ന ഒരു മന്ത്രമല്ല. ആ വിധിയുള്ളവർക്കേ കൈവെക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് ശരിയാകത്തില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഗുണമാണ്. അത് ഞാൻ പറഞ്ഞു കൊടുത്തവർക്ക് എല്ലാം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ ആ ഗുരുസ്ഥാനത്ത് നിന്നാണ് പറഞ്ഞു തരുന്നത്. പക്ഷെ ലോക നന്മയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. എല്ലാവർക്കും ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് വരണം, സ്വർണം പണയത്തിരിക്കുക എടുക്കട്ടെ, അങ്ങനെ ലോക നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. അല്ലാതെ എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.